ാക്കാൻ പാടില്ല. 6 അൽ-ഇസ്റാജു അലൽ ഖുബൂരി, ഖബറിൽ വിളക്കെത്തിക്കാൻ പാടില്ല. വഖദ് ലഅന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഫ്അൽ ദാലിക, അത് ചെയ്യുന്നവനെ നബി ശപിച്ചിരിക്കുന്നു. 7 മുശാബഹത്ത് അഹ്ലിൽ കിതാബൈനി, ജൂത ക്രിസ്ത്യാനികളോട് സാദൃശ്യമുള്ള പണിയാണത്, അതുകൊണ്ട് അതും പാടില്ല എന്ന് പറഞ്ഞ് എണ്ണി അദ്ദേഹം പറയാ. എന്നിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. ശേഷം അവസാനം അദ്ദേഹം പറയുന്നു, എന്നാൽ ഇങ്ങനെ കുറെ ഖബർ ഇന്ന് സമൂഹത്തിലുണ്ട്, പലതും ആരുടേതാണെന്നറിയില്ല, വ്യാജമായി ഉണ്ടാക്കിയതാണ്, അത് പലരുടെയും പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 10-15ഓളം ഖബർ അദ്ദേഹം പരിചയപ്പെടുത്തുക. ഒന്ന്, വയുദ്കറു അന്ന ഖബർ അബി അയ്യൂബിൽ അൻസ്വാരി ഇൻദ അഹ്ലിൽ ഖുസ്തൻതീനിയ കദാലിക, ഖുസ്തൻതീനിയയിൽ അബു അയ്യൂബിൽ അൻസ്വാരി ഖബർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാ വലാ ഖുദ്വത ബിഹിം, അതിന് മാതൃകയൊന്നുമില്ല. ഫഖദ് കാന മിൻ ഖുബൂരി അസ്ഹാബി റസൂലുള്ളാഹി ബിൽ അംസാരി അദദുൻ കസീർ വഇൻദഹും മുത്താബിഊൻ വമൻ ബഅദഹും മിൻ അയിമ്മ വമസ്തഗാസു. സ്വഹാബത്തിന്റെ ഖബർ, താബീങ്ങളുടെ ഖബർ എല്ലാം ഇമാമീങ്ങൾ ജീവിച്ച നാട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് പോലും വമസ്തഗാസു, ഇമാമീങ്ങളാരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ഇമാമീങ്ങളാരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. ഇൻദ ഖബ്രി സ്വഹാബിയിൻ ഖത്തു, ഒരൊറ്റ സ്വഹാബിയുടെ ഖബറിനെ പോയിട്ടും ഇമാമീങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടില്ല. വലസ്തസ്ഖൗ ഇൻദഹു, ആ ഖബറിനെ പോയി മഴയെ തേടിയിട്ടില്ല. വലാ ബിഹി, ആ ഖബറാളിയെ കൊണ്ടും മഴയെ തേടിയിട്ടില്ല. വലസ്തൻസറു ഇൻദഹു, ആ ഖബറിനടുത്ത് പോയിട്ട് സഹായം അർത്ഥിച്ചിട്ടില്ല. വലാ ബിഹി, ആ ഖബറാളിയെ കൊണ്ടും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ന്യായമല്ല, അഹ്ലു കിതാബിന്റെ പണിയാണ് എന്ന് പറഞ്ഞ് അവസാനിച്ചിട്ടില്ല. ഇനി 100-150 പേജ് അതേ ആ വിഷയം പറയാം. ഇതിൽ നിന്നാണ് മുസ്ലിയാരെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഉസ്താദ് സമർത്ഥമായി ഒരു 4 വരി മുറിച്ചെടുത്ത് അത് പുസ്തകമാക്കി അത് കൊണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ കയ്യിലെ പുസ്തകം ഒന്നുകിൽ ഫിഖ്ഹു സുന്ന ലി അഹ്മദ് മുസ്ലിയാർ നെല്ലിക്കുത്ത്, അതല്ലെങ്കിൽ വിശ്വാസകോശം. ഈ രണ്ടാവാനാണ് സാധ്യത. രണ്ടാമത് പറഞ്ഞതായിരിക്കും ശരിയെന്ന് വിചാരിക്കുന്നു. അബ്ദുൽ അസീസ് ഫൈസി എഴുതിയ ഇസ്ലാമിക വിശ്വാസകോശം, അതിൽ നിന്നാണ് നിങ്ങൾ വായിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നെല്ലിക്കുത്തന്റെ മരോഹനാണ്. അപ്പോൾ ഒന്ന് അമ്മ ശങ്കർത്തു, ഒന്ന് മരോനും കാട്ടി, രണ്ടാളും ചെയ്ത പണി ഈ ഫിത്തനയാണ്. അതുകൊണ്ട് ആ പുസ്തകങ്ങൾ വിശ്വസിക്കല്ല. നിങ്ങളോട് ഇനി എനിക്ക് ഏറ്റവും നസീഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി, ആ പുസ്തകത്തിലെ എല്ലാ ഇബാദത്തും നിങ്ങൾ അസ്ലി കിതാബുമായി തട്ടിച്ചു നോക്കുക. അതിൽ പറഞ്ഞ എല്ലാ വാചകങ്ങളും അതിൽ വാള്യമുണ്ട്, പേജുണ്ട്, ഒക്കെ ഉണ്ട്. ആ കിതാബ് നിങ്ങൾ അന്വേഷിക്കുക, ആ വാള്യം കണ്ടെത്തുക, ആ പേജ് വായിക്കുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വഹാബിയാകും, സംശയമില്ല. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞത് കളവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് അബ്ദുൽ അസീസ് ഫൈസിന്റെ പുസ്തകമാണ് എന്നാ. ഇത് അബ്ദുൽ അസീസ് സഖാഫിന്റെ പുസ്തക സഹോദര. പിന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയം വകദാലിക എന്ന് പറഞ്ഞത് മുതൽ ഞാൻ വായിച്ച് വമാലഹാ മിൻ ഇൻദല്ലാഹി മിനൽ ഹുർമതി ഫൗക മാ യതവഹമുഹു അക്സറുൽ ഖൽഖി ലാകിൻ ലൈസ ഹാദാ മൗലിഅ തഫ്സീർ ദാലിക എന്ന പരാമർശം വരെ സഹോദരന്മാരെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ ഉണ്ട്. അത് ഇല്ല എന്ന് അദ്ദേഹവും പറയുന്നില്ല. പിന്നെ ഈ ബഹുമാനവും ആദരവും എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ ഹഖാണ്, ആ പറഞ്ഞത് സത്യമാണ് എന്ന് മൗലവി സമ്മതിച്ചത് കൊണ്ട് തന്നെ ഇബ്നു തൈമിയ വലിയ ബഹുമാനവും ആദരവും അദ്ദേഹം പറഞ്ഞല്ലോ, അതൊരിക്കലും നിഷേധിക്കുന്നില്ല എന്ന്. നേരത്തെ ആ പറഞ്ഞ സഹോദരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് പല കാരണങ്ങൾ. ശബരിമലയിലേക്ക് പോയപ്പോ അനുഗ്രഹം കിട്ടിയതും അനുഭവങ്ങൾ കിട്ടിയതും അങ്ങനെയൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ചിട്ട് വളരെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അതിനൊരു നിലക്കും ഒരു നിലവാരമില്ലാത്ത നിലക്ക് ആക്കി തീർത്ത അദ്ദേഹം, ഞാൻ ഇത് വായിച്ചപ്പോൾ ഇബ്നു തൈമിയ പറഞ്ഞത് വളരെ ഹഖാണ്, മഖ്ബറകൾക്ക് ഞങ്ങൾ ബഹുമാനം കൊടുക്കുന്നുണ്ട്, സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. നമ്മുടെ മുഖാമുഖം ഇവിടെ ഈ അയനിച്ചോട്ടുകാർ വിജയിച്ചു പോയി. അൽഹംദുലില്ലാഹ്, ആയിക്കോട്ടെ, ശരി, നമുക്ക് ആവശ്യം തന്നെയാണ്. ഏതായാലും ഈ മഖ്ബറകൾക്കരികിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ പള്ളികൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഉടനീളം വായിച്ചതൊന്നും ഇവിടെ ഈ കേരളത്തിൽ എവിടെ നോക്കിയാലും സുന്നികൾ ആരും ചെയ്യുന്ന ഒരു പ്രവണതയല്ല. അവിടെയുള്ള ആളുകളെ ദൈവമാക്കി, വിഗ്രഹമാക്കി, അവിടെയുള്ള ആളുകളെ ഒരു ആരാധ്യ വസ്തുവാക്കിയിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സുന്നികൾ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറഞ്ഞ പരാമർശങ്ങൾ മുഴുവനും പരമ അബദ്ധമാണ്. സദസ്സിന് മുഴുവനും ഈ ഒരു തറദ്ദുദിലാക്കാൻ വേണ്ടി, ഇസ്കാലിലാക്കാൻ വേണ്ടി, ഒരു ഒന്നും കിട്ടാതെ പോകുന്നവരാക്കാൻ വേണ്ടി പറഞ്ഞ പരാമർശങ്ങളാണ്. സുന്നികളൊക്കെ ചെയ്യുന്നത് മഹാന്മാർക്ക് അള്ളാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട്, ജീവിതകാലത്ത് അവരോട് സഹായം തേടുന്നത് പോലെ. നേരത്തെ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ ഇസ്തിഗാസ, ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു.
ചോദ്യം ചോദിച്ചിട്ട് ഫേക്കാക്കും. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുക. ചോദ്യത്തിന്റെ ഞാൻ ചോദിച്ചു വരുന്നത്, അതായത് സാധാരണക്കാരായ ആളുകൾക്ക് അള്ളാഹു ഒരുപാട് കഴിവ്, കസ്ബ് ഇഖ്തിയാർ എന്ന് പറയുന്ന ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് എന്റെ രോഗങ്ങൾ പറയാം, എന്റെ മാതാവിനോട് എനിക്ക് ഭക്ഷണം ചോദിക്കാം. ആ കഴിവ് അള്ളാഹു കൊടുക്കുന്ന ആ തൗഫീഖ് കൊണ്ട്, ഹൽക്ക് കൊണ്ട് ഉമ്മാക്ക് എന്നെ സഹായിക്കാൻ കഴിയും, മാതാവിന് എന്നെ സഹായിക്കാൻ കഴിയും. അതുപോലെ തന്നെ അസാധാരണ വ്യക്തിത്വങ്ങൾ, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർക്കും അള്ളാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈസാ നബി മരിച്ച ആളുകൾക്ക് ജീവൻ നൽകിയതും, അന്ധതയുള്ള ആളുകളുടെ അന്ധത മാറ്റിയതും, ബധിരത മാറ്റിയതും, വെള്ളപ്പാണ്ട് രോഗം മാറ്റിയതും അസാധാരണ വ്യക്തിത്വങ്ങൾ അസാധാരണ കഴിവ് കൊണ്ട് സഹായിക്കുന്നു. ആ കഴിവ് അവരുടെ മരണശേഷവും നിലനിൽക്കുമെന്ന് ഇബ്നു തൈമിയ ഈ പറഞ്ഞതിനെ ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മളൊക്കെ സമ്മതിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അസാധാരണമായ കഴിവ് അവർക്കൊരിക്കലും മരിച്ചാലും മുറിഞ്ഞു പോകുന്നില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചതുകൊണ്ട് ആ അസാധാരണമായ കഴിവ് വെച്ചുകൊണ്ട് അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് നമുക്ക് ഇസ്തിഗാസ ചെയ്യുന്നതിനും തവസ്സുൽ ചെയ്യുന്നതിനും യാതൊരു അബദ്ധവുമില്ല. അത് അള്ളാഹുവിന്റെ അതേ പൊസിഷനിൽ നിർത്തിയിട്ടല്ല ആ മഹാന്മാരുടെ അടുത്തേക്ക് ഒരു സുന്നികളും ചെല്ലുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ പറയുന്നു. അൽഹംദുലില്ലാഹ്. ശരി, അപ്പൊ ഏതായിരുന്നാലും നേരത്തെ പറഞ്ഞ ആവർത്തിക്കുന്നു, ഇബ്നു തൈമിയ പറഞ്ഞത് ഹക്കാണ്, നിങ്ങൾ വെച്ച അർത്ഥമാണ് ബാത്തിൽ, നിങ്ങൾ വെച്ച അർത്ഥമാണ് ബാത്തിൽ, അതിലാണ് കിട്ടുക. അപ്പൊ ഏതായാലും ഇപ്പൊ അബ്ദുൽ അസീസ് സഖാഫി അത് ഉറപ്പല്ല, ഫൈസല്ല സഖാഫിയ. അപ്പൊ ദേശം കൂടി മൂർച്ച കൂടിയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉദ്ദേശം അബ്ദുൽ അസീസ് സഖാഫി തന്നെയാണ്. പറഞ്ഞപ്പോൾ പൈസ ആയിപ്പോ ഏതായാലും രണ്ടും സാധനം ഒന്ന് തന്നെ. അപ്പൊ എന്തിനാ ഉസ്താദൊക്കെ പൊതിഞ്ഞ് അടുങ്ങളെ കൊണ്ടുവരുന്ന ആവശ്യം ഞങ്ങൾക്ക് അറിയില്ലേ? ഇപ്പൊ പൊതി കഴിഞ്ഞു പോയിപ്പോ, ഇപ്പൊ മൊത്തം അഴിഞ്ഞു, പൊതിയല്ല മൊത്തം അഴിഞ്ഞു. ഇനി ആയിക്കോട്ടെ. അപ്പൊ ഏതായിരുന്നാലും മുസ്താദ് നിങ്ങൾ വല്ല കാലത്ത് ഇഖ്തിലാസുൽ മുസ്തഖീം 362 പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എന്താ അറിയോ, ഇന്ന് ആരും കാണൂല പൊതിഞ്ഞതാന്നാ. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, മോലമാരത്താകെ ആ 2 കിതാബേ ഉള്ളൂ. അതാണ് ഓല ഖുർആനും ഹദീസും ലൗഹുൽ മഹ്ഫൂദും ഒക്കെ. അതിനപ്പുറത്ത് പോയി ഓല കിതാബില്ല. അതിൽ പറഞ്ഞതല്ലാത്ത ഒന്ന് ഒരു മുതലും പറയില്ല. ഇത്ര പോലെ ഞങ്ങളൊക്കെ എത്ര ധൈര്യത്തിൽ വന്നിട്ട് എന്താ അറിയോ, നിങ്ങളെടുത്ത് മുതലില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞങ്ങളെ ഇൽമോണ്ടല്ല നിങ്ങൾ കൊണ്ടുവന്ന എന്താ കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം. 40 ആയത്താ മുമ്പ് തെളിവ് ഇസ്തിഗാസ കൊടുത്തത്. ആയിക്കോട്ടെ, ശരി, ഒക്കെ പറയണല്ലോ, അതൊക്കെ പറഞ്ഞല്ലോ, എല്ലാം പറയണം. നിങ്ങൾക്ക് എടുക്കാറുണ്ടാവും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇത് സംഗതി മനസ്സിലാകുന്നുണ്ട്. അപ്പം ഏതായിരുന്നാലും ഞങ്ങളൊക്കെ ഒന്നുമല്ലാത്ത ഞങ്ങളൊക്കെ ഇവിടെ വന്ന് എണീറ്റിക്കണത് നിങ്ങൾ എന്താ കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് മാത്രം, അല്ല ഞങ്ങളെ ഇൽമിൻ്റെ ഊക്കൊണ്ടൊന്നല്ല. അപ്പം ഏതായിരുന്നാലും ശരി, ഇബ്നു തൈമിയ ഒരിക്കലും ഇസ്തിഗാസ ചെയ്യാൻ പറഞ്ഞ ആളല്ല, പാടില്ല എന്ന് പഠിപ്പിച്ച ആളാണ്. എന്നാൽ കറാമത്തുണ്ട്, മുഴുജത്തുണ്ട്, അത് മരണശേഷം മുറിയുകയില്ല. ആർക്കാ തർക്കമുള്ളത്? മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും എതിർത്തിട്ടില്ല. എന്ന് മാത്രമല്ല, കുഞ്ഞീദ് മദീൻ റഹിമഹുല്ല അദ്ദേഹം എഴുതിയ അല്ലാഹുവിൻ്റെ ഔലിയാക്കൽ, മുസ്ലിയാരെ ശ്രദ്ധിക്ക്, നല്ലതാണ്. രാത്രി പോയി കിടക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നരമ്പുമ്പോൾ പിടിക്കും. കുഞ്ഞീദ് മദീൻ റഹിമഹുല്ല അദ്ദേഹത്തിന് അല്ലാഹുവിൻ്റെ ഔലിയാക്കൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സംഭവങ്ങൾ ഉദാഹരണ സഹിതം എടുത്തുകൊണ്ട് പറയുന്നു, മരിച്ചാലും കറാമത്തുണ്ടാകും. കുഞ്ഞീദ് മദനിയുടെ അല്ലാഹുവിൻ്റെ ഔലിയാക്കൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സംഭവങ്ങൾ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നു, മരണശേഷം കറാമത്തുണ്ടാകും. അപ്പോൾ അതൊന്നുമല്ല തർക്കം, അവിടെ ഒന്നുമല്ല തർക്കം. നേരെ മറിച്ച് അവിടെ പോയി തേടാമോന്ന അത് നിങ്ങളെ വക പറഞ്ഞേ ഉള്ളൂ. അത് അവനാൻ്റെ ന്യായം. സാധാരണ കഴിവ്, അസാധാരണ കഴിവ്, അതൊക്കെ ന്യായം പറയാമെന്നല്ലാതെ വേറെ. അപ്പം നിങ്ങൾക്ക് കിതാബ് ഓതി കുറച്ച് ഇലുമുണ്ട്, അവിടെ അയൽവാസി ചോദിക്കുക ദേശം ഇലുമിക്കണ് തരി എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 60 കൊല്ലം ആയുസുണ്ട്, എനിക്ക് ഒരു 10 കൊല്ലം ഇങ്ങോട്ട് തരുമോ വെച്ചാൽ അത് എടുത്തു കൊടുക്കാൻ പറ്റുമോ? അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ തിരക്കിടില്ല, അത് ന്യായമാണ് തോന്നുമെന്നല്ലാതെ ഇസ്ലാമിൽ അതിന് പ്രസക്തി ഇല്ല. ഇനി നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ പോയി തേടിയ ഉത്തരം കിട്ടുന്ന വിഷയത്തെ ഞാൻ വളരെ മോശമായി പറഞ്ഞു എന്ന്. ഞാൻ മോശമായി പറഞ്ഞതല്ല, അതേ ഇഖ്തിലാലിലുണ്ട്. അതേ ഇഖ്തിലാലിൽ ഒരു 5-8 പേജ് അപ്പുറത്തേക്ക് പോയാൽ 390-ാമത്തെ പേജ് അദ്ദേഹം പറയാം, സുമ്മ സബബു ഖളാഇ ഹാജത്തി ബഅദി ഹൗലാഇ ദാഈന അൽ അദ്ഇയത്തുൽ മുഹറമ. ഈ പ്രാർത്ഥിക്കണ മനുഷ്യന്മാർ അവിടെ വന്ന് ഹറാമായ ദുആ നിർവഹിച്ചിട്ടും ഉത്തരം കിട്ടിയല്ലോ, അതെന്തുകൊണ്ട്? അന്ന റജുല മിൻഹും ഖദ് യകുനു മുൽതറൻ ഇൽതിറാറാ. ഒരു പക്ഷേ അയാൾ പ്രതിസന്ധിയിൽപ്പെട്ട ആളായിരിക്കും. ലൗ ദഅല്ലാഹ ബിഹാ മുശ്രികുൻ ഇൻദ വസനിൻ ലസ്തുജീബ ലഹു. ആ ഘട്ടത്തിൽ ഒരു മുശ്രിക്കായ മനുഷ്യൻ വിഗ്രഹത്തിന് മുമ്പ് പോയി പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ പടച്ചോ ഉത്തരം കൊടുക്കും. കാരണം എന്താ? അയാളെ ദുരിതം അത്രമാത്രമുണ്ട്. ആ ദുരിതത്തിൽ അകപ്പെട്ടവനെ സഹായിക്കുക എന്ന നിലക്ക് റബ്ബ് സഹായിക്കുന്നു. അത് മുശ്രിക്കീങ്ങൾ
ബിംബത്തിനടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് ഈ കിതാബിലുണ്ട്. എൻ്റെ വക പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടു ഗുരുവായൂരും ശബരിമലയും പറഞ്ഞത്. പിന്നെയോ അതേപോലെ രണ്ടാം അദ്ദേഹം പറഞ്ഞ എന്താ, ഒരു പക്ഷേ ചോദിച്ച കാര്യം ഫിത്നയായിരിക്കും, എന്നാലും ഒരു പക്ഷെ അള്ളാഹു തആല കൊടുക്കും അയാൾക്ക് പരീക്ഷണമായിട്ട്. അതിന് അദ്ദേഹം തെളിവ് ഉദ്ധരിക്കുന്നു. ഇതിന് ശേഷം പറയാ ഫകം മിൻ അബ്ദിൻ ദആ ദുആഅൻ ഗൈറ മുബാഹിൻ ഫഖുലിയത് ഹാജതുഹു ഫീ ദാലിക ദുആ. എത്രയെത്ര മനുഷ്യന്മാർ ഹറാമായ സംഗതി ചോദിച്ചിട്ട് ആ ആവശ്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. വകാനത് സബബു ഹലാകിഹി ഫിദ്ദുനിയ വൽ ആഖിറ. ആ ദുനിയാവിലെയും ആഖിറത്തിലെയും നാശത്തിന് കാരണമായി മാറിയിട്ടുണ്ടാകും എന്ന് വരെ ആ കിതാബിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ അടർത്തിയെടുത്ത് കഷ്ണം വായിച്ചത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നുള്ളത് സാധാരണക്കാർക്ക് സാധാരണ കഴിവുണ്ട്, അത് നമ്മൾ ചോദിക്കുന്നു. അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുണ്ട്, അതൊന്നും ചോദിച്ചുകൂടെന്നാ. അസാധാരണക്കാർക്ക് അങ്ങനെ അസാധാരണ കഴിവുണ്ടെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. മൗലവിമാർ ഉണ്ടാക്കി വെച്ചു എന്നല്ലാതെ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുണ്ട് എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല. അവരാരും അത് മനസ്സിലാക്കിയിട്ടുമില്ല. അള്ളാഹിന്റെ റസൂലാണല്ലോ ഏറ്റവും വലിയ അസാധാരണക്കാരൻ. ആ റസൂലിനാണല്ലോ മുഴുജത്തുണ്ടായത് ഏറ്റവും കൂടുതലായി. ആ റസൂൽ തങ്ങളെ മുഴുജത്ത് നേരെ കണ്ട സ്വഹാബിമാർ നബി തങ്ങളോട് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നബി തങ്ങളെ ഖബറിൽ പോയിട്ട് ആയിഷ ബീവി, സിദ്ദീഖ് അക്ബർ, ഉമർ ഖത്താബ്, ഉസ്മാൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും വറളു അൻഹു ആ പറയപ്പെട്ട ഒരാളും നിർവഹിച്ചതായി കാണുന്നില്ല. അപ്പം എന്തേ അവർക്കാർക്കും ഈ മുഴുജത്ത് കണ്ടിട്ട് മനസ്സിലായില്ല എന്നാണ്. ചന്ദ്രൻ പുലർത്തത് കണ്ടത് അവരാണ്, സൂര്യനെ പിടിച്ചു നിർത്തിയത് കണ്ടത് അവരാണ്, തുടങ്ങിയ ഒട്ടനവധി മുഴുജത്തുകൾ നേരെ കണ്ട സ്വഹാബിമാർ. കയ്യിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് അവർ കണ്ടിട്ടുണ്ട്, ഭക്ഷണം വർദ്ധിക്കുന്നത് അവർ ദൃക്സാക്ഷികളായിട്ടുണ്ട്. എന്നിട്ട് വിശന്ന് പൊരിഞ്ഞ് അടങ്ങാറായപ്പോൾ അവർ വീട്ടിൽ നിന്ന് റസൂലേ എനിക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം തരേണ്ടതെന്ന് ഓലാരും തേടിയിട്ടില്ല. നബിയും സിദ്ദീഖ് അക്ബർ, ഉമർ ഖത്താബും കൂടി നട്ടപ്പാതിലേക്ക് പുറത്തിറങ്ങി വിശന്ന് പൊരിഞ്ഞിട്ട് സിദ്ദീഖ് ചോദിച്ചു, നബി നിങ്ങൾക്ക് മുഴുജത്തില്ലേ, നിങ്ങൾ ഭക്ഷണം വർദ്ധിപ്പിച്ച ആളല്ലേ, എന്തിനാ നമ്മൾ പുറത്തിറങ്ങൾ, നിങ്ങളാണ് മുഴുജത്ത് കാണിക്ക് എന്ന് പറഞ്ഞിട്ടില്ല. എത്ര സംഭവങ്ങൾ ധാരാളം നമുക്ക് പറയാൻ കഴിയുന്നു. അപ്പോൾ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവ് എന്ന പ്രയോഗം തന്നെ ശരിയല്ല. മുഴുജത്ത് കറാമത്ത് അവരുടെ കഴിവേ അല്ല, അവരുടെ കഴിവേ അല്ല. ഈസാ നബി വിചാരിക്കുമ്പോഴെല്ലാം മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണോ നമ്മളൊക്കെ വാപ്പാരും വല്ലിപ്പാരൊക്കെ മരിച്ചു, ഇവിടെ ജീവിപ്പിക്കാൻ നമുക്ക് ബുദ്ധില്ലേ? നമ്മളാണ് ഈ കാര്യം വരെ പ്രാർത്ഥിച്ചു, ഈസാ നബി എൻ്റെ വാപ്പാനെ ജീവിപ്പിച്ചെന്നെ ഇത് തേടിയിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞ മുഴുജത്തല്ലത്, ഖുർആൻ പറഞ്ഞ മുഴുജത്ത. എന്നിട്ട് ആ ആയത്ത് നമ്മളൊക്കെ ഓടിപ്പോയിട്ട് അങ്ങനെ ഉണ്ടോ, എന്നാൽ എൻ്റെ വല്ലിപ്പണെന്ന് എണീപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ എന്ന് നമ്മൾ ആരും ഈ കാര്യം വരെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര വലിയ നേതാക്കന്മാർ മരിച്ചു പോയി, സമൂഹത്തിന് തീരാ നഷ്ടം എന്ന് പത്രം എഴുതി, എന്തിനാ അത് പോയി ചോദിച്ചാൽ പോരെ? എന്താ ചോദിക്കാത്തത്? അങ്ങനത്തെ ഒരു വകുപ്പില്ല, അങ്ങനത്തെ ഒരു വകുപ്പില്ല. അതുകൊണ്ട് കറാമത്തെ മുഴുജത്ത് അവരുടെ കഴിവല്ല. അവരുദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ യഥേഷ്ടം പ്രവർത്തിക്കാവുന്ന കഴിവായി കൊടുത്തിട്ടില്ല. റബ്ബുദ്ദേശിക്കുമ്പോൾ റബ്ബുദ്ദേശിക്കുന്ന കാര്യം റബ്ബുദ്ദേശിക്കുന്ന ആളുകളിലൂടെ റബ്ബ് നടപ്പാക്കുന്നു. അതുകൊണ്ട് ആ കറാമത്ത് കണ്ട മുഴുജത്ത് കണ്ട വലിയനെ അള്ളാഹ് പരിചയപ്പെടുത്തി ഖുർആനിൽ. മറിയം ബീവിയും പിന്നെ സക്കരിയ നബിയും. മറിയം ബീവിയുടെ കറാമത്ത് സക്കരിയ നബി കണ്ടു. കറാമത്ത് കണ്ട സക്കരിയ നബി ചെയ്ത പണി എന്താ? സൂറത്ത് ആൽ ഇംറാനിൽ കാണാം, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. ആ കറാമത്ത് കണ്ടപ്പോൾ സക്കരിയ നബി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ കറാമത്ത് കണ്ടവർ കറാമത്ത് ആരിൽ നിന്നുണ്ടായോ അവരോടല്ല തേടിയത്, കറാമത്ത് ആര് നൽകിയോ അവനോടാണ് തേടിയത്. അതുകൊണ്ട് പുത്തമ്പള്ളി ഷെയ്ഖ് കറാമത്തുണ്ടെങ്കിൽ ഷെയ്ഖിനോടല്ല തേടേണ്ടത്, ആ കറാമത്ത് നൽകുന്നവൻ അല്ലാഹ്, ആ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. അല്ലെ കറാമത്തില്ല എന്നല്ല, മുഴുജത്തില്ല എന്നല്ല. അതേസമയം നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ നമ്മളാരും വിശ്വസിക്കണില്ല എന്ന്, അത് ശരിയല്ല, അത് ശരിയല്ല. അത് CM സ്മരണിക, നേരത്തെ പറഞ്ഞല്ലോ CM സ്മരണിക, കാന്തപുരം ഉള്ളാൾ തങ്ങളും അടക്കം എല്ലാവരും ഒപ്പിട്ട് അംഗീകരിച്ച് പ്രഖ്യാപിച്ച സാധനം. ഇതിൽ 39ാമത്തെ പേജ്, അതേമാതിരി കോട്ടിംഗ് ഒന്നല്ല, ഒറിജിനൽ സാധനം. ഇതിൽ പറയാം എന്താ? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഹദീസിന്റെ വിവക്ഷ. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഔലിയാക്കന്മാരെ പറ്റി പറയാം, ഔലിയാക്കന്മാരെ കുറിച്ച് പറയാം. അള്ളാഹു കാണും പോലെ കാണുക, അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുക, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക. ഇത് നിങ്ങൾ അംഗീകരിക്കുക ശിർക്കല്ലാന്ന്? നമ്മളെല്ലാ വാശിയും എല്ലാ മത്സരവും മാറ്റിക്കുക. ഇത് കാന്തപുരം അടക്കം ഉള്ള സമിതി, അതാ ഉപദേശക സമിതി, സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങൾ ഉള്ള ആള് ചെയർമാൻ, അവരത്ത് കുഞ്ഞിസീദി കോയത്തങ്ങൾ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് യൂസുഫ് കോയത്തങ്ങൾ ബുഖാരി, ഇവരാണ് ഇതിൻ്റെ ഉപദേശക സമിതി. അതിൽ മെമ്പറായ അവരത്ത് കുഞ്ഞിസീദി കോയത്തങ്ങളാണ് ലേഖനം എഴുതിയത്.
അദ്ദേഹമാണ് ഈ പറഞ്ഞത് അള്ളാഹു കാണും പോലെ കാണുക, അള്ളാഹു കേൾക്കും പോലെ കേൾക്കുക, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക. ഇനി മുസ്ലിം നമ്മൾ വെറുതെ വാശി പിടിച്ചിട്ട് ഇതിന് ന്യായം ഉണ്ടാക്കാൻ നോക്കണോ? ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളി, മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയാം അത് കഴിഞ്ഞോട്ടെ, എൻ്റെ കഴിഞ്ഞോട്ടെ, ന്യായമൊക്കെ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ അത് തക്ലീദ് ചെയ്തിട്ട് അങ്ങനെ പൊയ്ക്കോളി, നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പം ഈ നിലയ്ക്ക് പച്ചയായിട്ട് റഹ്മാനായ റബ്ബിൻ്റെ വിശേഷങ്ങൾ പോലും റബ്ബല്ലാത്തവർക്ക് വകവെച്ച് കൊടുത്തുകൊണ്ട് എഴുതിയിട്ട് ഇനി അതിനും ന്യായമുണ്ട് പറയുകയാണെങ്കിൽ തൗഫീഖിന് വേണ്ടി ദോരക്കുക എന്നല്ല, വേറെ വഴിയൊന്നുമില്ല. നട്ടപ്പാതിരാക്കി എണീറ്റ് ഒളു ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, പഠിച്ചോണേ എനിക്ക് ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് എനിക്ക് മനസ്സിലാക്കി തന്നെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അത് മാത്രമേ വഴിയുള്ളൂ. അല്ല ന്യായം നമുക്ക് പലതും പറയാം, ആ ന്യായം ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന ന്യായമല്ല. ശരി പറഞ്ഞോളി. അല്ല മൂപ്പ ന്യായം പറഞ്ഞോട്ടെ, ആ കേട്ടിട്ട് പറയാം. ഇവിടെ ഇപ്പം നമ്മൾ കേൾക്കുന്നതും പറയുന്നതും സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ജനങ്ങൾക്ക് ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇദ്ദേഹം പറഞ്ഞു അതിൽ ന്യായമില്ലാന്ന്, ഞാൻ പറയുന്നു ന്യായമുണ്ടെന്ന്. എന്താ കാരണം? ആ എഴുതിയത് മുഖാമുഖം എന്നാണ്, ദേവ സമിതി ചങ്കംകുളം മണ്ഡലം മുഖാമുഖം. ഞാനത് കാണുന്നു, അള്ളാഹു അത് കാണുന്നു, സമല്ലേ? ഒരു മിനിറ്റ് സബൂറാക്കി ഞാൻ കാണുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ കഴിവ് അള്ളാഹുത്തെ എനിക്ക് തന്ന കഴിവാണ്. അള്ളാഹുവിന്റെ കഴിവോ അത് ആരും കൊടുത്തല്ല. അള്ളാഹുവിന്റെ കഴിവ് ഖദീമാണ്, എന്റെ കഴിവ് ജദീദാണ്. എന്റെ കഴിവ് എപ്പോഴും അള്ളാഹു താലാക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നതാണ്. അള്ളാഹുവിന്റെ കഴിവ് ആർക്കും എടുത്തു മാറ്റാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള വ്യത്യാസത്തോട് കൂടെ കാണുമ്പോൾ അതിൽ തെറ്റില്ല. ആ കാന്തപുരം പറഞ്ഞതല്ല, ഒന്ന് തെറ്റല്ല, വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ കഴിവുകളെല്ലാം ഖദീമായ കഴിവാണ്, മനുഷ്യരുടെ കഴിവ് ജദീദാണ്. ജനങ്ങൾക്കുള്ള കഴിവൊക്കെ അള്ളാഹുവിനെ കൊടുക്കുന്നതാണ്. അത് എപ്പോഴും എടുത്തു മാറ്റാൻ അള്ളാഹുവിന് കഴിവുള്ളതാണ്. അതാണ് അതിലുള്ള വ്യത്യാസം. ഒരു മിനിറ്റ് നിങ്ങൾ ആയിക്കോട്ടെ. അപ്പൊ ലോകത്ത് ശിർക്കേ ഉണ്ടാവൂല, ലോകത്ത് ശിർക്കനുണ്ടാവൂല. അബൂജഹൽ നിങ്ങളെ മുമ്പ് നിൽക്കും. ഇമാമായിട്ട് അബൂജഹൽ നിൽക്കണ്ട. അബൂജഹൽ എന്താ? ഒരു മിനിറ്റ്, ഇനി ഞാൻ പറയട്ടെ. ഞാൻ കേട്ട് പറഞ്ഞോളി, അത് കേട്ടിട്ട് പറഞ്ഞോളി. ഞാൻ കേട്ടിട്ട് പറഞ്ഞോളി, പറഞ്ഞ് കേൾക്കട്ട് നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ സമയം തരാം, നേരം വെളുക്കോളം സമയം തരാം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അതായത് ഇതിലെഴുതി എന്താ? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിന് ന്യായമുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിയാരെ സംഗതി ബേജാറ് തന്നെയാണ്. നിങ്ങൾ കേൾക്കണം, സുന്നത്തായിരിക്കുന്ന അമല് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാനാവും കാല് ഞാനാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം കൈയും കാലോ എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് കഴിവ് കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് കൈയും കാലോ എന്ന് പറഞ്ഞാൽ കൈയും കാലോ എന്നല്ല. എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്ന കഴിവ് അള്ളാഹു തആല കൊടുക്കുമ്പോൾ അത് കിട്ടും എന്നല്ലാണ്ട് അള്ളാഹുവിന്റെ സിഫത്തിൽ അയാൾ പങ്കുകാരനല്ല. അള്ളാഹുവിന്റെ സിഫത്ത് ഖദീമാണ്, മനുഷ്യനിക്കുള്ള സിഫത്തൊക്കെ ജദീദാണ്. മനുഷ്യന്റെ സിഫത്തും കഴിവും അള്ളാഹു തആല എപ്പെടുത്ത് മാറ്റാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ എടുത്ത് മാറ്റാം. അള്ളാഹുവിന്റെ കഴിവ് മാറ്റാൻ പറ്റില്ല. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസത്തോട് കൂടി കാണുമ്പോൾ അതിൽ ശിർക്കല്ല. ഇനി മറ്റൊന്ന്, ഇങ്ങനെ കണ്ടാൽ ശിർക്കാവുമെന്ന് ലോകത്ത് അറിയപ്പെട്ടതായിരിക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന പണ്ഡിതന്മാർ, ഞാൻ പറയട്ടെ, ഇന്നത്തെ പണ്ഡിതന്മാർക്ക് ഒരു മിനിറ്റ്, ഇന്നത്തെ പണ്ഡിതന്മാർക്ക് ഏത് പണ്ഡിതനാവട്ടെ ഒരു 10 ഹദീസ് കൃത്യമായി അതിന്റെ റിപ്പോർട്ടർമാർ സഹിതം പറയാൻ കഴിവുള്ളവരെന്ന് കുറവാണ്. അതേ സ്ഥാനത്ത് ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് കാണാപ്പാടം അറിയുന്നവരാണ്. അങ്ങനത്തെ ഇമാമുൽ ഷാഫിയോ ഹനഫിയോ ഹംബലിയോ മാലിക്കിയോ ഈ വിഷയത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കിതാബുകൾ തെളിവ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അംഗീകരിക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അതല്ലേ വേണ്ടത്. അപ്പൊ ഇമാം ഷാഫിക്ക് ഈ സാധനം പരിചയമേ ഇല്ല. ഇമാം ഷാഫി CM സ്മരണിക വായിച്ചിട്ടില്ലല്ലോ. ഉണ്ടെങ്കിലേ എഴുതാം. അങ്ങനെ ഇഞ്ഞിരിക്കി നിങ്ങൾ കേൾക്കി, പറഞ്ഞു കേൾക്കി, നിങ്ങൾ പറഞ്ഞ സ്വസ്ഥമായി കേട്ടല്ലോ, നിങ്ങൾ കേൾക്കി. ഈ വാചകം ഞാൻ നിങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, സുന്നത്ത് കൊണ്ട് എന്നിലേക്ക് അടുത്താൽ എന്നും പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ധരിച്ചതാണ്. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. ആ ഹദീസ് വിശദീകരിച്ച ലോകത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഇമാം ഷാഫി സ്വഹീഹ് ബുഖാരി വന്ന ഹദീസ് ഏകദേശമൊക്കെ ഇമാം ഷാഫിക്കും അറിയാലോ, ഇമാം ഷാഫിക്കും അറിയാമല്ലോ. 10 ലക്ഷം എത്ര ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഇമാം ഷാഫി ആ ഹദീസ് കണ്ടിട്ടുണ്ട്.
ഇമാം ഷാഫി ആവട്ടെ, അബൂ ഹനീഫ ഇമാം ആവട്ടെ, ഇമാം മാലിക് ആവട്ടെ, ഇമാം അഹ്മദ് ഹംബൽ ആവട്ടെ റഹിമഹുമുള്ള അല്ലാത്തവരാകട്ടെ, അവരാരെങ്കിലും ഈ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ട് അള്ളാഹു കാണും പോലെ കാണുമെന്നോ, അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്നോ, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നോ എഴുതി വെച്ചൊരു വാചകം ഉസ്താദെ ഖിയാമത്ത് വരെ കിട്ടൂല, ഖിയാമത്ത് വരെ കിട്ടൂല. പറഞ്ഞു കഴിയട്ടെ നിങ്ങൾ ഇരുന്നോളി. ആ തെളിവന്നെ പറയണത്. നിങ്ങൾ പുതിയ സാധനം എഴുതിണ്ടാക്കുക, അതിന് ഇമാം ഷാഫിന്റെ കിതാബ് കാണണം, അത് നടക്കൂല. നിങ്ങൾ ഇവിടെ കാന്തപുരം ഉള്ളാത്തങ്ങൾ എഴുതുക, എന്നിട്ട് പല ഇത് ശിർക്കാന്ന് ഇമാം ഷാഫി പറയണം, അത് പറയില്ലല്ലോ. നേരെ മറിച്ച് ഈ എഴുതി വെച്ചത് എന്താ? ഈ എഴുതി വെച്ചത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിന് വേറെ ഒരു വ്യാഖ്യാനവും ഇല്ല. ഇതെനിക്ക് ഞാൻ പറഞ്ഞു കഴിയോട്ടെ, നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ ബേജാറായി ഇരുന്നോളി, സ്വസ്ഥമായി ഇരുന്നോളി. നമ്മൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, നിങ്ങൾ ചോദിച്ചോളി, കുഴപ്പമില്ല. പക്ഷെ ഇത് കേൾക്കി. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതാണ് സാധാരണക്കാരായ പ്രസംഗിക്കാൻ പോണ അലവി സഖാഫിനെ പോലുള്ള മൂലയന്മാരൊക്കെ തെളിവായി പറയാറുള്ളത്. പക്ഷേ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്കിങ്ങോട്ട് ഒരു സ്നേഹത്തോട് കൂടി സൂചിപ്പിക്കാനുള്ളത്, ആ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ ഒട്ടനവധി ഹദീസ് ഗ്രന്ഥങ്ങൾ കിട്ടും, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കിട്ടും. സഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയവർ ഇമാം അസ്ഖലാനി ഫതുഹുൽ ബാരി, നിങ്ങൾ പരിശോധിച്ചോളി. ഫതുഹുൽ ബാരി ആ ഹദീസിന് 7 വ്യാഖ്യാനം കൊടുത്തു. 7 വ്യാഖ്യാനങ്ങളിൽ ഒന്നുപോലും നിങ്ങൾ ഈ പറഞ്ഞ വ്യാഖ്യാനമില്ലെന്നു മാത്രമല്ല, ഈ നയത്തെ വിമർശിക്കാൻ അദ്ദേഹം അതിൽ വരികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിനെ ലോകത്ത് വിശദീകരിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആരൊക്കെയുണ്ടോ ആ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി സ്വസ്ഥമായി നിങ്ങൾ അന്വേഷിക്കുക. ആ കിതാബ് നിങ്ങൾ സംഘടിപ്പിക്കുക, അത് നിങ്ങൾ വായിക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങളിപ്പോൾ പല ന്യായം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാരും പറഞ്ഞ ന്യായമല്ല. അവരാരും അത് കണ്ടിട്ടില്ല, അവരാരും പരാമർശിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ ന്യായമുണ്ടാക്കി പറഞ്ഞത് അത് അപ്പടി വിശ്വസിച്ചു എന്ന് മാത്രം, അത് വിശ്വസിക്കാവതല്ല. അതുകൊണ്ട് അള്ളാഹു കാണും പോലെ കാണുമെന്നോ, കേൾക്കും പോലെ കേൾക്കുമെന്നോ, പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമാണ് അള്ളാഹിന്റെ സിഫത്ത് വകവെച്ചു കൊടുക്കൽ. അള്ളാഹിന്റെ സിഫത്ത് സൃഷ്ടിക്കൊടുത്താൽ ശിർക്കല്ല എന്ന് ആർക്കെയും പറയുണ്ടോ? അള്ളാഹിന്റെ സിഫത്ത് വകച്ചു കൊടുത്താൽ ശിർക്കല്ലാരെയും പറയോ? ഇവിടെ അതാണ്ടായത്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുക, അള്ളാഹു കാണുന്നത് പോലെ കാണുക, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുക. ഞാൻ തീർത്തു പറയുന്നു, ഇത് കൊടിയ ശിർക്ക് തന്നെയാണ്. അത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹ് വ്യക്തമായി പഠിപ്പിച്ചതാ, ഹൽ തഅലമു ലഹു സബിയ്യ, അള്ളാഹിനോട് പേരൊത്തവനെ നിനക്കറിയുമോ എന്ന് സൂറത്ത് മർയമിൽ. അതേപോലെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിൽ പറഞ്ഞു, റഹ്മാനായ റബ്ബിന് സമ്പന്നന്മാരായി ആരും തന്നെ ഇല്ല, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. സൂറത്ത് ഇഖ്ലാസിൽ പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. നബി തങ്ങൾ വിശദീകരിച്ചു, അള്ളാഹുവിന്റെ റസൂലിനോട് മാഷാ അല്ലാഹു വശിഅത, നബിയെ താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്ക് ഹബീബ് തങ്ങൾ പറഞ്ഞെന്താ, അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അത്ര വ്യക്തമായി ആയത്തിലും ഹദീസിലും പരാമർശിക്കപ്പെടുന്നു. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആ നിലയ്ക്ക് തന്നെയാണ് വിശ്വാസത്തെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട വാചകം അത് ഏകദേശം 10-30ഓളം കൊല്ലമായി മലയാളത്തിൽ എഴുതി പ്രചരിപ്പിച്ചിട്ട് ഇന്നേ വരെ തിരുത്തങ്ങൾ കണ്ടിട്ടില്ല. പിന്നെയും ന്യായീകരിക്കുകയാണ്. മാത്രവുമല്ല, ഇമാം ഷാഫിയുടെ പ്രമാണം ചോദിക്കുന്ന ആളുകൾ എന്താണാവോ അഖീദയിൽ അശ്അരിയിലേക്ക് പോയത്, കർമ്മശാസ്ത്രത്തിൽ ഷാഫി ഹനഫി തുടങ്ങി 4-1, വിശ്വാസത്തിലോ 2-1 അശ്അരി മാതുരിദി. ഇമാം ഷാഫിൻ്റെ വിശ്വാസം എന്തോ സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്നാണല്ലോ അതിനർത്ഥം. പോട്ടെ, വിഷയം അതല്ല. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട ഹദീസിനെ നിങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളെ പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളൊന്ന് പരിശോധിക്കാൻ, ഒന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഒരു ഉപദേശമല്ല. നിങ്ങൾക്ക് എത്രയോ പ്രായം കുറഞ്ഞ ആളാണ്. അതുകൊണ്ട് നിങ്ങളത് ഹക്കാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിന് കിട്ടാവുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക, ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാവും ഇവിടെ ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന ന്യായങ്ങളൊന്നും അവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞുണ്ടാക്കുക, സാധാരണക്കാർക്ക് സാധാരണ കഴിവ്, അസാധാരണക്കാരന് അസാധാരണ കഴിവ് നമ്മൾ പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല. അല്ലാഹു അഅലം. ഞങ്ങൾ പറയുന്ന ആശയങ്ങൾക്ക് നിങ്ങൾ വിശദീകരണം പറയുന്ന ഒരു രീതി, മഹാന്മാർ മാസാല അബ്ദി ബിൻ നവാഫിൽ യഖുർബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല. നേരത്തെ സുഹൃത്ത് പറഞ്ഞ ഹദീസിനെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒരു കാവ്യമായിട്ട് അവതരിപ്പിച്ചു തരികയാണ്. എന്റെ ദാസൻ സുന്നത്തായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കുമ്പോഴെല്ലാം ഞാൻ അവൻ പിടിക്കുന്ന കയ്യ് ഞാനാകും,
അവൻ നടക്കുന്ന കാല് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. ഈ ഒരു പരാമർശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന സന്ദേശമാണ്. ആ അടിസ്ഥാനത്തിൽ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ എഴുതിയ വ്യാഖ്യാനത്തിന്, ഒരു ലേഖനത്തിന് വളരെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ മോശമായി പോയി. ആ ഒരു വിശ്വാസം, നിങ്ങളാ പറയുന്നൊരു വിശ്വാസം CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് നിങ്ങളാ പറയുന്നത് പോലെ അള്ളാഹുവിനുള്ള അതേ കഴിവ് ഉണ്ട് CM മടവൂരിന് എന്ന് ആ എഴുതിയവരും വിശ്വസിക്കുന്നില്ല, അവരുടെ അനുയായികളും വിശ്വസിക്കുന്നില്ല. CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിനെ പോലുള്ള വിശേഷണങ്ങളൊക്കെ CM മടവൂരിനുണ്ട് എന്ന് പറയുന്നത് നിങ്ങളാ പറയുന്നത് പോലെ ആ എഴുതിയവരും വിശ്വസിക്കുന്നില്ല, അതിന്റെ സംഘാടക സമിതിയിലുള്ളവരും വിശ്വസിക്കുന്നില്ല, നമ്മളെ പോലുള്ള സാധുക്കളായ അനുയായികളും വിശ്വസിക്കുന്നില്ല. എല്ലാ കഴിവും അള്ളാഹുവിനാണ്. നേരത്തെ ഈ ഈസാ നബിയെ പറ്റി പറഞ്ഞതുപോലെ ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതിയോടും അള്ളാഹു നൽകുന്ന കഴിവോടും കൂടെയാണ് എല്ലാവരും ഇവിടെ സഹായിക്കുന്നതും എല്ലാവരും ആ നിലക്ക് സഹായം ആരോടാണെങ്കിലും അഭ്യർത്ഥിക്കുന്നതൊക്കെ ആ കഴിവ് കൊണ്ടാണ്, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് സഹായിക്കണമെന്ന നിലക്കാണ്. പിന്നെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ സഹോദരൻ എന്റെ മറുപടി അത് പറഞ്ഞപ്പോൾ ഞാൻ അതുകൂടി ഒന്നുകൂടി ഉണർത്തിയതാണ്. പിന്നെ മക്ബറകളിലും മഖാമുകളിലും ഒക്കെയുള്ള വലിയ ബഹുമാനങ്ങളും ബഹുമതികളും ആദരവുകളും ഒക്കെ, ആ ആദരവും ബഹുമാനവും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ ചെന്നുകൊണ്ട് അള്ളാഹുവിനോടാണ് ആര് ചൊല്ലുമ്പോഴും പ്രാർത്ഥിക്കുന്നതൊക്കെ അള്ളാഹുവിനോടാണ്. അതിന് ഇജാബത്തിന് അർഹമായ സ്ഥലമായതുകൊണ്ട് അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചതിന് ഒരുപാട് ധാരാളം തെളിവുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറയട്ടെ, മദീനയിൽ ചെന്നാൽ തിരു റൗളയുടെ ആ സലാം പറയുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാൻ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കിയാൽ, സലാം പറയാനുള്ള ആ ദ്വാരമുള്ള സ്ഥലത്തേക്ക് നോക്കിയാൽ രണ്ട് തൂണിലായിട്ട് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ ലകമു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ റൗള ശരീഫിൽ വലിയ ബഹുമതികളുണ്ട്, അവിടുന്ന് ഒരുപാട് ഔദാര്യങ്ങൾ തരേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന ആശയമുള്ള ആ കാവ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ എഴുതിയിട്ട് ഒരുപാട് കാലമായി. എത്ര ഇമാമികൾ അവിടെ വന്നുപോയി, എത്ര വിശ്വാസികൾ അവിടെ വന്നുപോയി, ഇന്നും വായിച്ചിട്ടില്ല അവിടെ. അതുപോലെ തന്നെ ആ റൗളയുടെ ചുറ്റുഭാഗത്തും യാമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഅൈഹി ഫറവൽ ജൈസദൽ മദദി എന്ന് പറയുന്ന ആ നീണ്ട കാവ്യം നിങ്ങളൊക്കെ പോയി റൗളയൊന്ന് വലയം ചെയ്തു നോക്കൂ. അവിടെ ഇന്നും എഴുതി വെച്ചതായിട്ട് കാണാം. ചിലതൊക്കെ കാലപ്പഴക്കം കൊണ്ട് മായ്ഞ്ഞു പോകുന്നതായിട്ടും കാണാം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്, സഹായം തേടുകയാണ്. അത് ഇന്നും ആ നബി തങ്ങളുടെ സലാം പറയുന്ന ഇടത്ത് രണ്ട് തൂണുമ്മലും നല്ല ഗോൾഡ് കളറിൽ എഴുതി വെച്ചത് കാണാം. അതുപോലെ ചുറ്റുഭാഗത്തും എഴുതി വെച്ചത് കാണാം. എല്ലാ വിശ്വാസികളും അവിടെ വന്നത് കാണുന്നുമുണ്ട്. ഒരാളും ഇത് അനാചാരമാണെന്ന് പറഞ്ഞ് മായ്ച്ചു കളഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മഖ്ബറകളിൽ ചെന്ന് ഇസ്തിഹാസ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തങ്ങളുടെ അടുക്കൽ തന്നെയല്ലേ. എന്തിനാണ് പിന്നെ അതൊക്കെ കണ്ണടിച്ച് ഇരുട്ടാക്കുന്ന ഒരു പ്രതീതി മാറ്റണം. അനാവശ്യമായി നീട്ടിയുള്ള മറുപടിയും കാര്യമായ മറുപടി നിങ്ങൾ പറയണം. നിങ്ങൾ കുറെ ഇങ്ങനെ പറഞ്ഞു പോകാനല്ലാതെ ആർക്കും എത്തു തിരിയാനാ? നീട്ടിയുള്ള ചോദ്യം വരുമ്പോൾ കുറച്ചെങ്കിലും നീട്ടേണ്ടി വരില്ലേ? അപ്പൊ അതൊന്നും വായിക്കേണ്ടതില്ല, ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു അക്ബർ, പഠിച്ചോൻ തന്നെ വലുത്, അത് നിങ്ങൾ ഉറപ്പിച്ചാൽ മതി. CM അല്ല അക്ബർ, അള്ളയാണ് അക്ബർ, അത് ഉറപ്പിച്ചാൽ മതി. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ മൂപ്പറ ഈ എഴുതിയത് ഓൽക്കാർക്കും വിശ്വാസമില്ല എന്നാ, പിന്നെ ഞാരെ വിശ്വസിപ്പിക്കാനത്? ഈ എഴുതിയത് ഓൽക്കൊന്നും വിശ്വാസമില്ല, ഇതൊന്നും വിശ്വാസമില്ല, സംഘാടകർക്കും വിശ്വാസമില്ല, പിന്നെ പിറ്റേ പൈസ ഉണ്ടാക്കാനാ? ഉസ്താദ് നിങ്ങൾ ജയന്തി മഖ്ദൂമിൽ പാടല്ലോ, മസാല അബ്ദി ബിൻ നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല വസംഉ മിൻഹു ثم عينا باصرا ഐ മിസ്ലി ഹാദ റിബിദാക ഫഹർവല. അത് എവിടെ ഉള്ളത്? അല്ലാഹ് കാണും പോലെ കാണുന്നുണ്ടോ? അല്ലാഹ് കാണും പോലെ കാണുന്നുണ്ടോ? കേൾക്കും പോലെ കേൾക്കുന്നുണ്ടോ? എന്തിനാ നിങ്ങൾ വെറുതെ ഇല്ലാത്ത ഇങ്ങനെ പറയണത്? ജയന്തി മഖ്ദൂമിൽ അതൊക്കെയിൽ പറഞ്ഞതാ അത്, പക്ഷെ അതിലുണ്ടോ? അത് ഇല്ല. അപ്പൊ നിങ്ങൾ വെറുതെ ഇങ്ങനെ സമാധാനിക്കുക, ഇതൊക്കെ അത് തന്നെയാണ്. മഞ്ഞപ്പിത്തം പിടിച്ചാൽ എല്ലാം മഞ്ഞാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. യാ ഖൈറ മൻ ദുഫിനത്, ഒരു കുഴപ്പമില്ല. ആ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ലുമുഹു ഫത്വാബ മിൻ തിബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ആ രണ്ട് വൈത്ത് അവിടെ എഴുതിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അതല്ലേ വായിക്കാത്തത്? അല്ലെങ്കിൽ എന്നോ വായിക്കൂലേ? ഇനി കുഴപ്പമുള്ള വേറെ ഉണ്ട് അവിടെ, പച്ചക്കുബ്ബ, അത് കുഴപ്പമുള്ളത് തന്നെയാണ്.
അത് നബിക്ക് പരിചയമില്ല, സ്വഹാബിക്ക് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, നാലി ഇമാമിങ്ങൾക്ക് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പരിചയമില്ല, റിഫായി ശൈഖിന് പരിചയമില്ല, ഓൽക്ക് ആർക്കും പരിചയമില്ല. പിന്നെണ്ടായതാ ഈ എഴുത്ത് ഹിജ്റ 1118 എഴുതിച്ചതാ. ഇപ്പറഞ്ഞ പാട്ടുകൾ പറഞ്ഞാൽ കുറേ ഇമാമികൾ കഴിഞ്ഞു പോയിന്ന് ഇല്ല. ഹിജ്റ 1118 ആ പദ്യം അവിടെ എഴുതി വെക്കുന്നത്. പക്ഷെ അതിൽ എന്തില്ല? ഇസ്തിഗാസയില്ല. അതിൽ ഇസ്തിഗാസ ഇല്ല. അപ്പൊ നിങ്ങളെ വക അർത്ഥം വെക്കുമ്പോ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ബൈത്ത് അത് നിങ്ങളെ വകയാണ്. അത് അവിടെ ഒക്കെ കുഴപ്പം അർത്ഥത്തിലാണ്, വാചകത്തിന് കുഴപ്പമില്ല. അപ്പൊ ആ വാചകത്തിൽ ഇസ്തിഗാസ ഇല്ല. നബി അഭിസംബോധന ചെയ്യുന്നുണ്ട്, ആർക്കും തർക്കമില്ലല്ലോ. അത് നബിയെ മാത്രമാണോ? മാസം കണ്ട എന്താ ചൊല്ല? റബ്ബി വറബ്ബുക്കല്ലാ, എൻ്റെയും നിന്റെയും റബ്ബ് അല്ലാഹു ആകുന്നു. ആഹാ, ചന്ദ്രനെ വിളിക്കേ, എന്നാ ചന്ദ്രേട്ട കാക്കണേ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഖിതാബ് കാണുമ്പോൾ, അഭിസംബോധന കാണുമ്പോഴേക്കും ഒക്കെ ഇസ്തിഗാസായി എന്ന് വിചാരിച്ചാൽ സംഗതി ബുദ്ധിമുട്ടാണ്. അഭിസംബോധനയുണ്ട്, തർക്കമില്ല. അത് നമുക്ക് ആർക്കും തർക്കമില്ല. അത് അവിടെ പോയാൽ ഞങ്ങളൊക്കെ സലാം പറഞ്ഞ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നാ സലാം പറഞ്ഞത്, ആർക്കും തർക്കമില്ല. അതേസമയം നബിയെ എന്നെ സഹായിക്കണേ, നബിയെ എന്നെ കാക്കണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് സന്താനത്ത് നൽകണേ, എനിക്ക് ശിഫ നൽകണേ എന്ന ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ മായ്ക്കേണ്ടതാണ്, അത് ഉണ്ടെങ്കിൽ മായ്ച്ചിട്ടുണ്ടാവും. അതിനപ്പുറത്തുള്ളതൊക്കെ ഇസ്തിഗാസ ഇല്ലാത്തതാണ്. പിന്നെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, ശരിയാണ്, നബിൻ്റെ മഹത്വമുണ്ട്, ഹദീസിൽ വന്നതാണ്. നബിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം ഉത്ഭവിച്ചു, അതിൽ എഴുതിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹദീസിൽ വന്നതാണ്. ആർക്കാ തർക്കമുള്ളത്? അതൊന്നും തർക്കമില്ല ഉസ്താദെ. പിന്നെ തർക്കം എവിടെയാണ്? ഇത് വെച്ച് അവരോട് തേടാൻ ആര് പഠിപ്പിച്ചു? അതില്ല ഞാൻ പറഞ്ഞത്. അതിനാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഹദീസാണ് തെളിവെങ്കിൽ, ബുഖാരി ഇമാം ഉദ്ധരിച്ച ആ ഹദീസാണ് തെളിവെങ്കിൽ, ആ ഹദീസ് വിശദീകരിച്ച അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽപ്പെട്ട ഏത് ഇമാമാണ് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം അള്ളാഹു കാണും പോലെ കാണുമെന്നാണ്, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കുമെന്നാണ്, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നാണ് എന്ന് എഴുതി വെച്ചത്? അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. എത്രമാരുണ്ട്? നിങ്ങൾ ഒന്ന് വായിക്ക്, എത്രമാരുണ്ട്? അത് പെരി പോയി പറഞ്ഞു എവിടുന്ന് പറയിപ്പോ, വീട്ടിൽ പോയിട്ടല്ല പറയേണ്ടത്. ഒന്നുങ്ങൾ വായിക്ക്. ഈ ഹദീസ് വിശദീകരിച്ച ഏതു പണ്ഡിതനാണ് ഈ ഹദീസിന്റെ അർത്ഥം അള്ളാഹു കാണും പോലെ ആ മഹാൻ കാണുമെന്നാണ്, അള്ളാഹു കേൾക്കും പോലെ മഹാൻ കേൾക്കുമെന്നാണ്, അള്ളാഹു പ്രവർത്തിക്കും പോലെ മഹാന്മാരും പ്രവർത്തിക്കുമെന്നാണ് എന്ന് ആരെഴുതി വെച്ചു? ഇലാ യൗമിൽ ഖിയാമ. നിങ്ങൾ എന്നല്ല, നമ്മളെല്ലാവരും കൂടിയാലും അത് കിട്ടൂല. അത് പിന്നെ എന്താ വാദം? അപ്പൊ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നിങ്ങൾ പൗതി മുജാഹിദായി അപ്പൊ തന്നെ. അപ്പൊ പിന്നെ എന്താ ഞങ്ങൾ സയ്യിദ് മഖ്ദൂമിനെ ഉദ്ധരിച്ചത്? അപ്പൊ ഏതായിരുന്നാലും ശരി, അവർക്ക് മഹത്വമുണ്ട്, സംശയമൊന്നുമില്ല. അത് ഇബ്നു തൈമിയ്യ നമ്മൾ നേരത്തെ വിശദമായി വായിച്ചല്ലോ, ഇനി അതിലേക്ക് പോകണ്ടല്ലോ. അപ്പൊ ഏതായിരുന്നാലും മഹത്വമുണ്ട്, തർക്കമില്ല. കറാമത്തുണ്ട്, തർക്കമില്ല. മുഴുജിയത്തുണ്ട്, തർക്കമില്ല. മരണശേഷവും കറാമത്തും മുഴുജിയത്തും നിലനിൽക്കുന്നു. പൊന്മളക്ക് മാത്രമേ തർക്കമുള്ളൂ എന്ന് ഔഷാദ് ഹസനി പറയുന്നു. അപ്പൊ ഏതായിരുന്നാലും ശരി, അതിലൊന്നുമല്ല തർക്കം. അത് അടിസ്ഥാനമാക്കി അവരോട് തേടാൻ. ഞാൻ അതിനാണ് പറഞ്ഞത്, ആയിഷ ബീവി 48 കൊല്ലം അള്ളാഹിന്റെ റസൂലിന്റെ ഖബർ ഉൾക്കൊള്ളുന്ന ആ വീട്ടിലാണ് താമസിച്ചത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, പക്ഷെ നബിയോട് തേടിയില്ല. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു നബിയുടെ ഭാര്യമാരുടെ ജീവിത ചെലവുകൾ സ്പോൺസർ ചെയ്തു. ആയിഷ ബീവി പറഞ്ഞില്ല, എനിക്കത് ആവശ്യമില്ല, ഈ പെട്ടിന് കിട്ടുന്ന പൈസ മതി എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവിടെ പെട്ടിയില്ല, അത് വരുമാനമായിട്ടില്ല, അവിടെ നേർച്ചയില്ല, അവിടെ ഇസ്തിഗാസയില്ല, ആ ഏർപ്പാടുണ്ടായിട്ടില്ല. സുദീഖുൽ അക്ബർ 2.5 കൊല്ലം മദീന കേന്ദ്രമാക്കി ഭരണം നടത്തി. പല പ്രശ്നങ്ങളുണ്ടായി, അവിടെ പോയി തേടിയിട്ടില്ല. ഉമർ ഖത്താബ് 10 കൊല്ലത്തോളം ഭരണം നടത്തി, അവിടെ പോയി തേടിയിട്ടില്ല. ശേഷം ഉസ്മാൻ അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും റളിയല്ലാഹു അൻഹും അവരൊക്കെ ഭരണം നടത്തി, അവരാരും തേടിയിട്ടില്ല. 1,13,000 സ്വഹാബിമാർ നബി തങ്ങൾ വഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അവരാരും പോയി തേടിയിട്ടില്ല. മാത്രമല്ല അഹ്ലുസുന്ന ഇമാമിങ്ങൾ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നില്ല. പിന്നെ അള്ളാഹ് കൊടുത്ത കഴിവ് തന്നെയാണ്, വേറെ സ്വന്തം കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ശിർക്ക് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും അത്രേ പറഞ്ഞുള്ളൂ. അബൂജഹൽ പറഞ്ഞെന്താ? ഞങ്ങൾ അബൂജഹലാക്കലോട് അങ്ങനെ വിചാരിക്കരുത്. അബൂജഹൽ പറഞ്ഞതെന്താ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. തവാഫ് ചെയ്യുമ്പോൾ പറയാം, തവാഫ് ചെയ്യുമ്പോൾ മക്കത്തെ മുസ്ലിക്കീങ്ങൾ പറയാ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊണ്ടുവരുന്നു. ലബ്ബൈക, നിനക്ക് ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരുമില്ല റബ്ബേ. നബി പറയും, അപ്പോ വൈലക്കും ഖദിൻ ഖദിൻ, അവിടെ നിർത്തിക്കോ, ബാക്കി പറയല്ല എന്ന് പറയും. പക്ഷെ അവർ പറയുന്നു ബാക്കി, അതെന്താ? ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനൊഴികെ. ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്.
തംലിക്കുഹു നീ അവനെ ഉടമപ്പെടുത്തുന്നു, വമാ മലക അവന് സ്വന്തമായി യാതൊന്നുമില്ല, സ്വന്തമായി യാതൊന്നുമില്ല, നീ കൊടുത്ത കഴിവേയുള്ളൂ. അല്ലെങ്കിൽ തംലിക്കുഹു നീ അയാളെ ഉടമപ്പെടുത്തുന്നു, വമാ മലക അയാൾ ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അത്ഫായി വെച്ചാൽ അപ്പോൾ ആ പങ്കുകാരന് ഒരു കഴിവും സ്വന്തമായിട്ടുള്ള റബ്ബേ നീ കൊടുത്ത കഴിവേ അയാൾക്കുള്ളൂ, അത്തരം പങ്കുകാരേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരെ പറ്റി നമ്മൾ മുസ്ലിക്കെന്ന് പറഞ്ഞു. അതേ പണി നമുക്ക് ചെയ്യാൻ പറ്റുമോ ഉസ്താദേ? അത് ശരിയല്ലല്ലോ. ലോകത്ത് ശിർക്ക് ചെയ്യുന്ന ആരോടും ചോദിച്ചു നോക്കി, ഗുരുവായി പോയി പ്രാർത്ഥിക്കാൻ നമ്മളെ അയൽവാസികളായ ഏതെങ്കിലും ഒരു ബാലേട്ടനുണ്ടെങ്കിൽ ചോദിച്ചു നോക്കി, എന്താ ബാലേട്ടൻ നിങ്ങളെ വിശ്വാസം? ബാലേട്ടൻ പറ ഗുരുവായൂരപ്പനാണ് മാപ്പിളെ ആകാശം പടച്ചത്, അവരാണ് ഭൂമി പടച്ചത്, അവരാ മഴ പെയ്യിപ്പിക്കുന്നത്, അവരാ സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നത്, ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ സൂര്യൻ ഉണ്ടാവില്ല എന്ന് അയാൾ പറയോ? ഇല്ലല്ലോ. പിന്നെ എന്താ പറയുക? അവരൊക്കെ വലിയ വലിയ അവതാരങ്ങളാണ്, പുണ്യപുരുഷന്മാരാണ്. നമ്മൾ അവിടെ പോയി പറയാ എന്നാ നമ്മളുണ്ടാവും ഒന്നായി എന്ന് പറയേണ്ടി വരൂലേ? അപ്പം അത് ശരിയല്ല എന്നാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൂടാ, അത് പറയാവതല്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുക. നമ്മൾ ഈ വേദിക്കപ്പുറത്ത് ആത്മാർത്ഥമായി പഠിക്കുക ഈ വിഷയത്തെപ്പറ്റി. ഞാൻ നേരത്തെ മറ്റേ അങ്ങോട്ടനെ പറഞ്ഞു കൊണ്ടു, ഈ കാണുന്ന എല്ലാ ഇബാദത്തും അസ്ലി കിതാബുകളൊന്ന് വായിക്കുക. ഈ എല്ലാ ഇബാദത്തും അസ്ലി കിതാബ് എടുക്കുക, അതൊന്ന് വായിച്ചു നോക്കുക. അപ്പം മനസ്സിലാവും ഇത് ബല് പറഞ്ഞ പോലെ ഒന്നും അല്ല എന്നവിടുന്ന് ബോധ്യപ്പെടും എന്നാണ് ഈ വൈകിയ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരു മിനിറ്റ് സാർ, സമയം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം ആ ഭാഗത്തുനിന്ന് അവസാനത്തെ ചോദ്യമായി പരിഗണിക്കും. ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ട്. ഒരു മിനിറ്റ്, ഇയാൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവസാനത്തെ ചോദ്യത്തിനുള്ള അവസരം തരാം. നേരത്തെ മൂസ സലാഹി മറ്റേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജനാസ കൊണ്ടുവരികയും പ്രവാചകൻ്റെ റൂള ഷരീഫിൽ അത് കൊണ്ടുവന്ന് പ്രവാചകനോട് സമ്മതം ചോദിക്കുകയും ആ സമ്മതം അവിടുന്ന് ലഭിക്കുകയും ആ സമ്മതം മുഖേനയാണ് സിദ്ദീഖുൽ അക്ബർ അള്ളാഹുവിനോട് മറവ് ചെയ്തത് എന്നാണല്ലോ നേരത്തെ ബഹുമാനപ്പെട്ട അലവി സഖാഫിയോട് പ്രശ്നം നടത്തി പോയിട്ടുണ്ട്. എനിക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും കൂടെ മൂസ സലാഹി പറഞ്ഞെങ്കിലും കൂടി എനിക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ യഥാർത്ഥ സഹിതം അതൊന്നും കാരണം ഇവിടെ സുന്നി പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അത് ശരി അല്ല എന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുമല്ലോ. ആ അലവി സഖാഫി പറയാൻ അത് ശരിയെങ്കിൽ എനിക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാതല്ല, നിങ്ങളാണ് പറയുന്നത് ശരിയെങ്കിൽ നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മൂസ സലാഹി അത് വിശദീകരിച്ചില്ലെങ്കിൽ ശരിയായിട്ട് മനസ്സിലായിട്ടില്ല. ഒന്നും വിശദീകരിച്ച് തരണം. ഇസ്തിഗാസക്ക് തെളിവായി അലവി സഖാഫി ഇവിടെ പറഞ്ഞ ഒരു സംഭവമാണ് സഹോദരൻ ഇവിടെ ചോദിച്ചത്. നേരത്തെ മൂസ സലാഹി പറഞ്ഞത് അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തായി പരിചയപ്പെടുത്തിക്കൊണ്ട് തഫ്സീർ റാസിയിൽ വന്ന ഒരു ഭാഗം. അമ്മ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫമിൻ കറാമാത്തിഹി അന്നഹു ലമ്മാ ഹുമിലത്ത് ജനാസത്തുഹു എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കറാമത്തിൽ പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ ജനാസ വഹിച്ചു കൊണ്ടുവരപ്പെട്ടപ്പോൾ ഇലാ ബാബി ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഖബറിൻ്റെ കവാടത്തിങ്കലേക്ക്, വനൂദിയ അവിടുന്ന് വിളിക്കപ്പെട്ടു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കർ ബിൽ ബാബ് എന്ന് വിളിച്ചു പറയപ്പെട്ടു. ഫഇദൽ ബാബു ഖദിം ഫതഹ, അപ്പോൾ ആ വാതിൽ സ്വയം തുറന്നു. വഇദാ ബിഹാത്തിഫിൻ യഹ്തിഫ് മിന ഖബർ, ഖബറിൽ നിന്ന് ഒരു അശരീരി കേട്ടു, അദ്ഖിലുൽ ഹബീബ ഇദൽ ഹബീബ്, സുഹൃത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ഇതാണ് സംഭവം. തഫ്സീർ റാസിയിൽ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എവിടുന്ന് കിട്ടിയെന്നോ ആര് പറഞ്ഞു എന്നോ ഇതിന് സനദോ കാര്യങ്ങളോ ഒന്നുമില്ല. വ റുവിയ എന്ന് പറഞ്ഞിട്ട് അല്ല ഫമിൻ കറാമാത്തിഹി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ റാസി പോലും ഇത് ഇസ്തിഗാസ തെളിവ് വന്നിട്ട് പറഞ്ഞിട്ടുമില്ല, ഇസ്തിഗാസ ഉണ്ടായിട്ടുമില്ല. മാത്രമല്ല ഒരുപാട് അവിശ്വാസതകൾ അത് വായിക്കുമ്പോൾ തന്നെ അതിൽ പ്രകടമാണ്. അത് സമാനമായി ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു കിതാബ് നേരത്തെ പരാമർശിക്കപ്പെട്ടു പോയി, കിതാബു ശരീഅ, ഇമാം ആജുരിയുടെ ഹിജ്റ 360 വഫാത്തായ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ കിതാബു ശരീഅയിൽ ഇതുണ്ട്. അവിടെയും വഖദ് റൂവിയ അൻ അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അന്നഹു ലമ്മാ ഹലറത്തുഹുൽ വഫാത്തു, അദ്ദേഹത്തിന് വഫാത്ത് സന്നിഹിതമായപ്പോൾ ഖാലലഹും, അദ്ദേഹം അവരോട് പറഞ്ഞു, ഇദാ മിത്തു വഫറഗ്തു മിൻ ജഹാസി ഫഹ്മിലൂനി ഹത്താ തഖിഫു ബിബാബിൽ ബൈത്തില്ലദി ഫീഹി ഖബ്റു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മരിച്ചാൽ എൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയി നബിയുടെ ഖബറുള്ള വീടിൻ്റെ വാതിൽക്കൽ നിൽക്കണം. എന്നിട്ട് വഖൂൽ, നിങ്ങൾ പറയണം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണം. ഹാദാ അബൂബക്കർ യസ്തഅ്ദിൻ, അബൂബക്കർ ഇദാ അനുവാദം ചോദിക്കുന്നു എന്ന് പറയണം. ഫഇൻ ഉദിന ലക്കും, നിങ്ങൾക്ക് അനുവാദം കിട്ടിയാൽ, വഫുതിഹൽ ബാബു, കവാടം തുറക്കപ്പെട്ടാൽ, വകാനൽ ബാബു മുഗ്ലഖൻ,
ആ കവാടം അടക്കപ്പെട്ടതായിരുന്നു. ഫഅദ്ഖിലൂനി, എന്നെ പ്രവേശിപ്പിക്കുക, ഫദ്ഫനൂനി, എന്നെ നിങ്ങൾ മറവ് ചെയ്യുക. വഇല്ലം യുഅ്ദൻ ലക്കും, അനുവാദം കിട്ടിയില്ലെങ്കിൽ ഫഅഖ്രിജൂനി ഇലൽ ബഖീഇ, എന്നെ നിങ്ങൾ ബഖീയിലേക്ക് കൊണ്ടുപോവുക. വദ്ഫനൂനി, എന്നെ നിങ്ങൾ മറവ് ചെയ്യുക. ഫഫഅലു, അവരങ്ങനെ ചെയ്തു. ഫലമ്മാ വഖഫൂ ബിൽ ബാബി, വാതിൽക്കൽ ചെന്ന് നിന്ന്, വഖാലു ഹാദാ, ഈ പറഞ്ഞ വാചകം അവരങ്ങ് പറഞ്ഞപ്പോൾ സഖത്തൽ ഖുഫ്ലു, ആ പൂട്ടങ്ങ് താഴെ വീണു. വംഫതഹൽ ബാബു, കവാടം അങ്ങ് തുറന്നു. വസമിഅ ഹാത്തിഫു മിൻ ദാഖിലിൽ ബൈത്തി, വീട്ടിനുള്ളിൽ നിന്ന് അശരീരി കേട്ടു. അദ്ഖിലുൽ ഹബീബ ഇദൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുക. ഫഇന്നൽ ഹബീബ ഇദൽ ഹബീബി മുസ്താഖു, ഹബീബ് ഹബീബിലേക്ക് താല്പര്യമുള്ളവനാണ് എന്ന് പറയപ്പെട്ടു. ഇതാണ് കഥ. ഇതിലും റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആര് പറഞ്ഞു എന്നില്ല, എവിടുന്ന് കിട്ടി എന്നില്ല, ആര് ഉദ്ധരിച്ചു എന്നില്ല, ഇത് കണ്ടതാര കേട്ടതാര എന്നൊന്നുമില്ല, ഇദ്ദേഹം എത്ര പരമ്പരയില്ല, ഒന്നുമില്ല. മാത്രവുമല്ല, അവിടെ ചെന്നിത് പറഞ്ഞപ്പോൾ ആ പൂട്ട് താഴെ വീണൂന്ന, നമുക്ക് ആർക്കും പരിചയമുണ്ട് റസൂലുള്ളാഹിന്റെ വീടിന് വലിയൊരു പൂട്ടൊക്കെ ഉള്ളത്. അള്ളാഹു റസൂലിൻ്റെ വീടെന്ന ഈത്തപ്പൻ്റെ ഓലയാണ്, അതിൻ്റെ വാതിലും ഈത്തപ്പൻ്റെ ഓലയാണ്. അല്ല നമ്മളെ മാതിരി പിലാവിൻ്റെ കട്ടിലും അതിന് ഗോദ്രജിൻ്റെ പൂട്ടൊന്നും അവിടെ ഇല്ല. അപ്പോൾ അവിടെ പോയി ഇതാണ് പറഞ്ഞപ്പോൾ പൂട്ട് താഴെ വീണു, വാതിൽ തുറന്നു എന്നാണ്. മാത്രമല്ല അവിടെ ഒരു വിരിയുള്ളതും, ഐഷാബീബിൻ്റെ വീട്ടിൽ ആ കബറിൻ്റെ ഭാഗത്തിട്ടത് ഒരു വിരിയാണ്, ഒരു വാതിലുമല്ല. അപ്പം അതൊക്കെ ഇത് ഉദ്ധരിച്ച ആൾ ആലോചിച്ചിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. പോട്ടെ, ഏതായിരുന്നാലും അത് സ്ഥിരപ്പെട്ട സംഭവമല്ല, അതിന് സനദേ ഇല്ല. ദഈഫ് എന്ന് പറയാൻ പറ്റില്ല, സനദന്നില്ല, ഒരു പരമ്പര തന്നെ അതിനില്ല. റുവിയ എന്ന് പറഞ്ഞൊരു കഥ ഉദ്ധരിക്കപ്പെട്ടു പോയി എന്നല്ലാതെ അതിൽ ഇസ്തിഗാസ ഇല്ലതാനും. ഇസ്തിഗാസ ഇല്ല, ഇനി നബി മറുപടി പറഞ്ഞൊന്നുമില്ല. ഒരു റിപ്പോർട്ടിൽ വീട്ടിൽ നിന്ന് അശരീരി കേട്ടു എന്നാണ്, മറ്റൊന്നിൽ കബറിൽ നിന്ന് അശരീരി കേട്ടു എന്നാണ്. അല്ലാതെ നബി ഉത്തരം ചെയ്തെന്നോ നബി പറഞ്ഞു എന്നൊന്നും അതിലില്ല. എന്തുമാവാം, അള്ളാഹുവിനും എങ്ങനെയുമാകാം. ഉണ്ടെങ്കിൽ തന്നെ അതിലത്രയേ ഉള്ളൂ. അതിപ്പോൾ ഉമർ ഖത്താബും പറഞ്ഞിട്ടുണ്ട്. ഉമർ ഖത്താബ് വഫാത്താകാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കൊണ്ട് ആദ്യം മോനെ പറഞ്ഞയച്ചു, എന്നിട്ട് ആയിഷ ബിവിയോട് സമ്മതം ചോദിക്കണം എന്നെ മറവ് ചെയ്യാൻ, സമ്മതം കിട്ടിയാൽ അറിയിക്കണം. തിരിച്ചു വന്നു, എന്നിട്ട് പറഞ്ഞു സമ്മതം തന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തുമായി ചെന്ന് നിങ്ങൾ വീണ്ടും അനുവാദം ചോദിക്കണം. അനുവാദം തന്നാൽ നിങ്ങൾ മറവ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്നെ ബഖീയിൽ കൊണ്ടുപോവുക. അപ്പോൾ ചെന്ന് ചോദിച്ചു, ആയിഷ ബീവി പറഞ്ഞു മറവ് ചെയ്തോളൂ, ഞാൻ എനിക്ക് വേണ്ടി വിചാരിച്ച സ്ഥലമായിരുന്നു, ഏതായാലും ഉമർ ഖത്താബ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ കൊടുക്കാം. അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും ഫനൂദിയ മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന് വിളിച്ചു പറയപ്പെട്ടു എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ ഏതാ സംഭവം സ്വഹിയല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഇത്രേ വിഷയമുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. മൗലവി പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു. അവിടെ ഇന്ന് നമ്മുടെ പത്രങ്ങളിൽ ഒരു വിഷയം വന്നാൽ അത് ശരിയല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രത്തിലുണ്ടാവും ഇന്നലത്തെ പത്രത്തിൽ വന്ന റിപ്പോർട്ട് ശരിയല്ല എന്നതുപോലെ ഈ റാജി ഉണ്ടാക്കിയ കാലത്ത് ആ കാലം മുതൽക്ക് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അതിനെ പരാമർശിച്ചുകൊണ്ട് ആ റാജിയിൽ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ റാജിയിൽ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്, ഒരു മിനിറ്റ്. രണ്ടാമത്, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. തവസ്സുൽ ഇസ്തിഗാസനെ സംബന്ധിച്ച് മഹാന്മാരായിരിക്കുന്ന ഷാഫി, ഇമാം, ഹംബലി, മാലിക് പോലത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് പോലും പറയണം. തവസ്സുൽ ഇസ്തിഗാസനെ സംബന്ധിച്ച് അവരുടെ കിതാബിൽ, അവരുടെ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് തെളിവ് സഹിതം പറഞ്ഞു. ശരി, അവ ഉദ്ധരിച്ചവർ തന്നെ ശരിയല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഉദ്ധരിച്ചത്. ഇനി വേറെ ആൾ പറയേണ്ട ആവശ്യമില്ല. വറുവിയ എന്ന് പറഞ്ഞാൽ തന്നെ തദഈഫിന്റെ സീഗയാണ്. ശറഹ് മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ ഇമാം നവവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസൂൽ ഹദീസ് തർക്കമില്ലാത്ത വിഷയം. വറുവിയ എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്, തംരീലാണ്, ശരിയല്ല എന്നതിലേക്കുള്ള സൂചനയാണ്. അപ്പോൾ ഇനി വേറെ ആരും പറയണ്ട, ഉദ്ധരിച്ചോ തന്നെ പറഞ്ഞു റുവിയാണ്, സനദില്ല. ഓലാരും സനദൊട്ട് കൊടുത്തിട്ടുമില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളൂ എങ്ങനെ. രണ്ടാമത് തവസ്സുൽ ഇസ്തിഗാസയെ പറ്റി ഇമാം ഷാഫി ഒന്നും പറഞ്ഞിട്ടില്ല, ചെയ്യാമെന്നും പറഞ്ഞിട്ടില്ല, പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇമാം ഷാഫിൻ്റെ കാലത്ത് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. ഇമാം ഷാഫിൻ്റെ കാലത്ത് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. മരിച്ചുപോയ ആളുകളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന ഒരു ഏർപ്പാട് ഇമാം ഷാഫിൻ്റെ കാലത്തില്ല, 4 ഇമാമിങ്ങളുടെ കാലത്തുമില്ല, ആദ്യ കാലഘട്ടത്തിൽ അത് ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് അതേക്കുറിച്ച് അവർക്ക് പറയേണ്ടി വന്നിട്ടുമില്ല. അത് പിൽക്കാലത്ത് 600-700 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരു ചർച്ചയാണ്. അതുകൊണ്ട് അതിന് മുമ്പുള്ള കിതാബിൽ നമ്മളിത് കാണൂല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു അവസാനത്തെ ചോദ്യം, നമ്മുടെ സമയം വൈകിയതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയ ഒരു വ്യക്തി, യാ നബി അല്ലാഹ് ഇസ്തശ്ഫിഉ ലനാ, അല്ലെങ്കിൽ ഇന്നി അസ്അലുക ശഫാഅത എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കാകുമോ ഇല്ലേ? വളരെ സിമ്പിളായ ചോദ്യത്തിന് സിമ്പിളായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ചോദിക്കുന്ന ആളുടെ വിശ്വാസപ്രകാരമാണ് ഹുക്മ വരിക. ഒരു അംശമില്ല, അല്ലാഹു അക്ബർ തന്നെ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചില്ലേ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞോട്ടെ, സിമ്പിളായി ചോദിച്ചാലേ സിമ്പിളായി പറയട്ടെ, ഞാൻ അതിൽ സിമ്പിളായിട്ട് ഇടപെടാൻ നിൽക്കല്ലേ. അപ്പോൾ ഏതായിരുന്നാലും അവിടെ പോയി ചോദിക്കുന്നുവെങ്കിൽ നബി എൻ്റെ വിളി കാണുമെന്നും കേൾക്കുമെന്നും അറിയുമെന്നും ഇടപെടുമെന്നും ഒക്കെയുള്ള വിശ്വാസമാണോ ശിർക്ക് തന്നെയാണ്. അതല്ല അയാൾ വെറുതെ പറഞ്ഞു എങ്കിൽ അതിന് നമുക്ക് ഹുക്കം പറയാൻ പറ്റില്ല. നമ്മളൊക്കെ വീഴാൻ പോകുമ്പോൾ എൻ്റെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്, അത് ശിർക്കായി നമ്മൾ കൂട്ടലില്ലല്ലോ. അതേസമയം അതിനപ്പുറത്തുള്ള വിളിയാണെങ്കോ ശിർക്കായി പറയാം. ഏതാണെങ്കിലും ഞങ്ങൾ വിളിച്ചില്ലെങ്കിലും വിളിച്ചോളന്നില്ല, അയാളുടെ വിശ്വാസം എന്താ നോക്കേണ്ടത്. വിളിച്ചിട്ടില്ല, അയാൾ പെരി പോയി കിടന്നുറങ്ങുക, അയാളുടെ വിശ്വാസം നിങ്ങളെത്തുള്ള വിശ്വാസമാണ് എങ്കിൽ അപകടമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വിഷയങ്ങളെക്കുറിച്ച് ഇനിയും കൂടുതൽ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഒരു വാശിയുടെയും തർക്കത്തിൻ്റെയും വശമല്ല, മറിച്ച് അറിയാനുള്ള ശ്രമമാണ് വേണ്ടത്. ഇവിടെ മൗലവിമാർ സൂചിപ്പിച്ചതുപോലെ അസ്ലിയായ കിതാബുകളിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇതേ രൂപത്തിൽ ഇനിയും ഇൻഷാ അല്ലാഹ് അവസരങ്ങൾ നമുക്ക് ഒരുക്കാവുന്നതാണ്. ആ സന്ദർഭങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്.